സെത്ത് റോളിൻസിനെ ഗുന്തർ അറ്റാക്ക് ചെയ്തു. ഇന്ന് നടന്നിട്ടുണ്ടായിരുന്ന റോ എപ്പിസോഡിൽ പോൾ ഹേമൻ റിംഗിലേക്ക് വന്നുകൊണ്ട് വിഷൻ ടീം ന്യൂ വേൾഡ് ടാഗ് ടീം ചാമ്പ്യൻ ആയതിനെ കുറിച്ചെല്ലാം തന്നെ സംസാരിക്കുകയുണ്ടായി. ബ്രോക്ക് ലെസ്നർ വേഴ്സസ് ഓബാഫമി തമ്മിലുള്ള മാച്ച് ഇന്ന് നിങ്ങൾക്ക് തരാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. എന്നാൽ നിങ്ങളുടെ ജനറൽ മാനേജർ അതിനൊന്നും തന്നെ സമ്മതിച്ചില്ല. അപ്പോൾ തന്നെ ആദം പിയേഴ്സ് അവിടേക്ക് എത്തുകയുണ്ടായി. ആദം പിയേഴ്സ് ഹേമനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങൾ ഇന്നത്തെ മെയിൽ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു. അപ്പോൾ പോൾ ഹേമൻ പറഞ്ഞത് എനിക്കറിയാത്ത ഒരു കാര്യവും നിനക്ക് പറയാനില്ലല്ലോ, അതുകൊണ്ട് ഞാൻ നിന്റെ മെയിലുകളൊന്നും തന്നെ ചെക്ക് ചെയ്യാറില്ല, പിന്നെ എനിക്ക് ചെക്ക് ചെയ്യാൻ സമയവുമില്ല. അപ്പോൾ തന്നെ ആദം പിയേഴ്സ് ആ മെയിലിലുള്ള കോണ്ടന്റ് എന്താണ് എന്നുള്ളത് പറയുകയുണ്ടായി. കഴിഞ്ഞ ആഴ്ച സെത്ത് റോളിൻസിനെ പോലീസ് പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നല്ലോ, ആ പോലീസ് സെത്ത് റോളിൻസിന്റെ പേരിലുള്ള എല്ലാവിധ ശിക്ഷകളും ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ളതായിരുന്നു ആദം പിയേഴ്സ് പറഞ്ഞത്. പക്ഷെ പോൾ ഹേമൻ ഇതിലൊന്നും തന്നെ പേടിക്കില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അപ്പോൾ തന്നെ ആദം പിയേഴ്സ് അടുത്ത കാര്യവും പറയുകയുണ്ടായി. സെത്ത് റോളിൻസ് മെഡിക്കലി ക്ലിയർ ആണ് റെസ്റ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന്. അതോടുകൂടി പോൾ ഹേമൻ ശരിക്കും പേടിക്കുകയുണ്ടായി. അതാ വരുന്നു സെത്ത് റോളിൻസിന്റെ മ്യൂസിക്. റോളിൻസ് വരുമെന്നുള്ളത് ഉറപ്പായി നിൽക്കുന്നു. പോൾ ഹേമൻ പേടിച്ച് രണ്ട് റിംഗിൽ തന്നെ നിൽക്കുന്നു. റോളിൻസിന്റെ എൻട്രൻസ് അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നെന്നുണ്ടെങ്കിലും റോളിൻസ് വന്നിട്ടുണ്ടായിരുന്നത് പുറകിലൂടെയായിരുന്നു. ഒരു ബ്ലാക്ക് സ്യൂട്ടും ധരിച്ചുകൊണ്ട് ഒരു ചെയർ കയ്യിലെടുത്തുകൊണ്ടായിരുന്നു സെത്ത് റോളിൻസ് റിംഗിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. പോൾ ഹേമന്റെ പുറത്തു നോക്കി ആ ഒരു ചെയർ കൊണ്ട് ഒരു കിഡിലൻ ഷോട്ടായിരുന്നു റോളിൻസ് കൊടുത്തത്. എന്നിട്ട് റിംഗിന്റെ സെന്ററിൽ ആ ഒരു ചെയർ സെറ്റ് ചെയ്ത് വെച്ച് പോൾ ഹേമന്റെ തല ആ ഒരു ചെയറിലേക്ക് സ്റ്റോംപ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന സെത്ത് റോളിൻസിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് മറ്റൊരു വ്യക്തിയായിരുന്നു, ഗുന്തർ. അതെ, ഗുന്തർ വന്നുകൊണ്ട് സ്ലീപ്പർ ഹോൾഡ് ചെയ്യുകയുണ്ടായി സെത്ത് റോളിൻസിനെ. എന്നിട്ട് ഗോ ടു സ്ലീപ്പ് എന്നുള്ളത് ഒരുപാട് തവണ ഗുന്തർ അവിടെ നിന്നും പറയുകയുണ്ടായി. സെത്ത് റോളിൻസിന്റെ ബോധം പോകുന്നത് വരെ ഗുന്തർ തന്റെ സ്ലീപ്പർ ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് റെസിൽമേനിയ സൈനിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഗുന്തർ അവിടെ നിന്നും പോയിട്ടുണ്ടായിരുന്നത്. അതെ, റെസിൽമേനിയ 42 ഗുന്തർ വേഴ്സസ് സെത്ത് റോളിൻസ് തമ്മിലുള്ള മാച്ച് ആയിരിക്കും നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. റെസിൽമേനിയയ്ക്ക് ഇനി വളരെ കുറച്ച് ആഴ്ചകൾ മാത്രമേ ഉള്ളൂ. അതിനുള്ളിൽ ഇവർ തമ്മിലുള്ള ഫ്യൂഡ് എങ്ങനെയായിരിക്കും WWE ക്രിയേറ്റ് ചെയ്യുക? ഗുന്തർ വിഷൻ ടീമിൽ ജോയിൻ ചെയ്തോ? എന്താണ് നടന്നതെന്നറിയാൻ ഇനി അടുത്ത ആഴ്ചയിൽ റോ വരെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു.